ഹലോ എവ്രി വൺ. പൊളിറ്റി എൻ സി ആർ ടിക്ക് കുറച്ച് നാളത്തേക്ക് നമ്മൾ വിട പറയുകയാണ്. കാരണം വേറൊന്നുമല്ല, അത് നമുക്കിനി ലക്ഷ്മികാന്ത് ഓൾറെഡി തുടങ്ങാനായിട്ടുണ്ടല്ലോ. അപ്പോൾ അത് തുടങ്ങി നമുക്കിനി ഇടയ്ക്ക് വെച്ചിട്ട് എൻ സി ആർ ടി സീരീസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. അതുവരെയുള്ളത് എല്ലാവരും പഠിക്കണേ. നിങ്ങൾക്ക് ഏൻഷ്യൻ ആൻഡ് മിഡീവൽ ഹിസ്റ്ററി എടുക്കുന്നതും ഞാൻ തന്നെയാണ്. എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പൂജ. പൊളിറ്റി എൻ സി ആർ ടി ക്ലാസ്സസ് ഞാനാണ് എടുത്തിരുന്നത്. ഇനി നിങ്ങൾക്ക് ഏൻഷ്യൻ ആൻഡ് മിഡീവൽ ഹിസ്റ്ററിയും ഞാൻ തന്നെയാണ് എടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി പഠിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, ആക്ച്വലി നമുക്ക് പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഏൻഷ്യൻ ആൻഡ് മിഡീവൽ ഹിസ്റ്ററി എന്ന് ക്വസ്റ്റ്യൻസ് വരിക. മെയിൻസിൽ നിങ്ങൾക്ക് കൂടുതലും മോഡേൺ ഇന്ത്യയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ആൻഡ് വേൾഡ് ഹിസ്റ്ററി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് വരിക. വേൾഡ് ഹിസ്റ്ററിയിൽ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ മേജർ റെവല്യൂഷൻസ് ഒക്കെ പഠിച്ചു വെച്ചാൽ മതി. ഫ്രഞ്ച്, അമേരിക്ക അതൊക്കെ പഠിച്ചു വെച്ചാൽ മതി. ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിക്കേണ്ടത്. സോ ഒരുപാട് സ്റ്റാൻഡേർഡ് ബുക്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും ബേസിക് എന്ന് പറയുന്നത് എൻ സി ആർ ടി തന്നെയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പുതിയ എൻ സി ആർ ടി വായിക്കാം. ഇപ്പം ഞാനിവിടെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് തമിഴ്നാട് എസ് സി ആർ ടി ആണ്. തമിഴ്നാട് എസ് സി ആർ ടിയും അതുപോലെ തന്നെ പൂനം ദലാൽ ദാഹിയയുടെ ഏൻഷ്യൻ ആൻഡ് മിഡീവൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കുണ്ട്. ആ ബുക്കും ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഒരു ബുക്കും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ ഞാനിപ്പോൾ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഞാൻ മെയിനായിട്ടും എസ് സി ആർ ടി മാത്രമാണ് പറയുന്നത്. പക്ഷേ ഇനിയുള്ള ടോപ്പിക്സ് ഓൺവേർഡ്സ് ഞാൻ മിക്സ് ചെയ്തിട്ടായിരിക്കും എടുക്കുക. അതായത് റിസോഴ്സസ് ഒരു 3 ബുക്ക് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്കൊരു റിട്ടൺ നോട്ട്, അതായത് ഞാൻ തന്നെ എഴുതി വെച്ചിട്ടുള്ള, എനിക്ക് കൂടെ പഠിക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടുള്ള നോട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ബുക്സ് ഇതാണ്: തമിഴ്നാട് എസ് സി ആർ ടി, പിന്നെ പൂനം ദലാൽ ദാഹിയയുടെ ഏൻഷ്യൻ ആൻഡ് മിഡീവൽ ഹിസ്റ്ററി, പിന്നെ ആർട്ട് ആൻഡ് കൾച്ചർ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ആൻഡ് ഓൾസോ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് കൂടുതലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് വരിക. പിന്നെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എസ് സി ആർ ടിയിൽ നമ്മൾ പോകുന്ന സമയത്ത് ഓൾറെഡി എല്ലാ ചാപ്റ്ററിൻ്റെയും അവസാനം ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ് ടോപ്പിക്കിൽ ആ ഒരു ടൈമിലത്തെ മേജർ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അതും പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ സെപ്പറേറ്റ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയില്ല, അത് ഞാൻ എന്തായാലും ചോദിച്ചിട്ട് അറിയിക്കാം. ഞാൻ എന്തായാലും ഇതിൽ നിങ്ങൾക്ക് അതും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ആദ്യം നമുക്ക് വരുന്ന ടോപ്പിക്സ് ഒന്ന് പറയാം. മേജർലി 23 ടോപ്പിക്സ് ആണ് നമുക്ക് വരുന്നത്. എസ് സി ആർ ടി വെച്ച് നോക്കുമ്പോൾ നമുക്കത് സിമ്പിളാണ്. പിന്നെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ്. പിന്നെ ഞാൻ തമിഴ്നാട് എസ് സി ആർ ടി തന്നെ പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മേജോറിറ്റി ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് നമ്മുടെ എൻ സി ആർ ടി ബേസിസിലാണ്. നമ്മുടെ എൻ സി ആർ ടി ബേസിസിൻ്റെ പോലെ തന്നെയാണ് തമിഴ്നാട് എസ് സി ആർ ടി. തമിഴ്നാട് എസ് സി ആർ ടിയും നമ്മുടെ എൻ സി ആർ ടിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഒന്നും കൂടെ എനിക്ക് തോന്നുന്നു വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതും ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ സിമ്പിൾ ലാംഗ്വേജിൽ പറയുന്നതും തമിഴ്നാട് എസ് സി ആർ ടി ആണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും എളുപ്പം തമിഴ്നാട് എസ് സി ആർ ടി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്ലാസ് കേട്ടിട്ട് നമ്മുടെ ന്യൂ എൻ സി ആർ ടി വായിക്കാം. ഓക്കെ, രണ്ടിലും മാറ്റേഴ്സൊക്കെ സെയിം തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് ഏൻഷ്യൻ ആൻഡ് മിഡീവൽ ഹിസ്റ്ററിയിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്നുള്ളത് ഞാൻ ആദ്യമേ പറയാം. ഫസ്റ്റ് നമ്മൾ ഏൻഷ്യൻ ഹിസ്റ്ററി നോക്കുകയെന്നുണ്ടെങ്കിൽ, ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ പറയും. ഇന്ത്യ എന്തൊക്കെയാലാണ് ചുറ്റപ്പെട്ട് കിടക്കുന്നത്, നമ്മുടെ ഹിമാലയൻ റേഞ്ചസ്, അതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. പക്ഷേ ഞാനത് എടുക്കുന്നില്ല. അത് നിങ്ങൾക്ക് ജോഗ്രഫിയിൽ, നിങ്ങൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മളിപ്പോൾ ഏൻഷ്യൻ ആൻഡ് മിഡീവൽ ഹിസ്റ്ററിയിൽ നമ്മൾ ആ ഒരു വശത്തേക്ക് പോയിട്ട് നമ്മൾ കൂടുതൽ ടൈം കൊടുക്കുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് റിലേറ്റഡ് ടു ജോഗ്രഫി. ഓക്കെ, സോ നമ്മൾ മെയിനായിട്ട് ക്ലാസ് തുടങ്ങാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ഓൺവേർഡ്സ് ആണ്. ദാറ്റ് ഈസ് പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യ ആൻഡ് ദി ഹാരപ്പൻ കൾച്ചർ. ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോൺ ഏജിനെ കുറിച്ച് പറയും. പിന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ മേജർ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയും. ഹാരപ്പൻ കൾച്ചർ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന, ഹിസ്റ്ററി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ ഈ 2025 റിലേറ്റഡ് ആയിട്ട് ഹാരപ്പൻ കൾച്ചർ റിലേറ്റഡ് ആയിട്ട് കറണ്ട് അഫയേഴ്സിലൊക്കെ കുറച്ചധികം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ
എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പാർട്ടാണ് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വേദിക് കൾച്ചർ നോക്കും. അതിനുശേഷം ജൈനിസം ആൻഡ് ബുദ്ധിസം, അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ നല്ല രീതിയിൽ നോക്കും. ദെൻ റൈസ് ഓഫ് മഗധ, മൗര്യൻ എംപയർ, വെരി ഇമ്പോർട്ടൻറ്റ്. പോസ്റ്റ് മൗര്യൻ ഇന്ത്യ പറയും. സംഘം ലിറ്ററേച്ചർ പറയും. സംഘം ലിറ്ററേച്ചറും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗുപ്ത എംപയർ, ഹർഷവർദ്ധന. പിന്നെ സൗത്ത് ഇന്ത്യൻ കിങ്ഡംസ് കുറച്ച് പറയുന്നുണ്ട്, പല്ലവാസിനെ കുറിച്ചൊക്കെ. ദെൻ സൗത്ത് ഇന്ത്യൻ കിങ്ഡംസ് 2ൽ വരുന്നത് ചാലൂക്യാസും രാഷ്ട്രകൂടാസും ആണ്. പിന്നെ ചോള സിസ്റ്റം പറയുന്നുണ്ട്, ചോള എംപയർ പറയുന്നുണ്ട്. ദെൻ സ്പ്രെഡ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ഇൻ അതർ ഏഷ്യൻ കൺട്രീസ്, നമ്മുടെ ഇന്ത്യൻ കൾച്ചറും നമുക്കുള്ള ഏഷ്യൻ കൺട്രീസുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, ആ വക കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ പിന്നെ മിഡീവൽ ഹിസ്റ്ററിയിലേക്ക് കടക്കും. മിഡീവൽ ഹിസ്റ്ററിയിലേക്ക് കടക്കുന്ന സമയത്ത് ഡൽഹി സുൽത്താനേറ്റ്, മുഗൾസ്, പിന്നെ ഭക്തി ആൻഡ് സൂഫി മൂവ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ മിഡീവൽ ഹിസ്റ്ററിയിലാണ് പറയുക. ആൻഡ് വിജയനഗര കിങ്ഡം, ബാമണി കിങ്ഡംസ്, മുഗൾ എംപയർ, മറാത്താസ്, അതൊക്കെ നമ്മൾ ആ സമയത്താണ് പറയുക. പിന്നെ കമ്മിങ് ഓഫ് യൂറോപ്യൻസ്, അതായത് എക്സ്പാൻഷൻ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പെക്ട്രത്തിൽ, അതായത് നമ്മുടെ മോഡേൺ ഹിസ്റ്ററി പഠിക്കുമ്പോഴുള്ള ഫസ്റ്റ് 2 ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് പറഞ്ഞിട്ടുള്ളതാണ്. മോഡേൺ ഹിസ്റ്ററിയുടെ സമയത്ത് നിങ്ങളത് ഡിസ്കസ് ചെയ്യും. പക്ഷേ നമുക്ക് ഈ ഒരു ടൈമിൽ, അതായത് നമ്മുടെ മിഡീവൽ ഹിസ്റ്ററി പഠിക്കുന്ന ടൈമിൽ അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ സ്പെക്ട്രം പഠിക്കുന്ന സമയത്ത് ബെനിഫിഷ്യൽ ആയിരിക്കും. നമുക്ക് പരമാവധി നല്ല രീതിയിൽ വേഗം തന്നെ തീർക്കാൻ നോക്കാം പോർഷൻസ്. പിന്നെ ഒരു കാര്യം കൂടിയും പറയാനുള്ളത്, NCERT സീരീസ് പോലെ അത്ര ലാഘവത്തോടു കൂടി നിങ്ങൾ ഒരിക്കലും ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഹിസ്റ്ററീനെ കാണരുത്. ബിക്കോസ് ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റിക് ടോപ്പിക്കാണ് ആൻഡ് പ്രിലിംസിന് റിലേറ്റഡ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷൻസ് ആണ്. NCERT എന്നൊക്കെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് UPSCക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഓൾസോ NCERTക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനും ഉണ്ട്. സോ നമുക്ക് ഇനി അധികം നീട്ടി വെക്കേണ്ട, നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. സോ നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യാൻ പോകുന്നത് എന്താണ്? പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യ ആൻഡ് ദി ഹാരപ്പൻ കൾച്ചർ. അപ്പം ഞാനിന്ന് ആദ്യം തന്നെ സ്റ്റോൺ ഏജിനെ കുറിച്ചാണ് പറയുന്നത്. 4 സ്റ്റോൺ ഏജിന് 4 ഏജ് ഞാൻ പറയും. ഹാരപ്പൻ കൾച്ചർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ സ്റ്റോൺ ഏജിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, നമ്മുടെ ഹിസ്റ്ററിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെങ്ങനെയാണ് പണ്ട് കാലത്ത് ഇത്തരം കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ പണ്ട് കാലത്ത് ദ ഹാരപ്പൻ സിവിലൈസേഷൻ പോലെയുള്ളൊരു സിവിലൈസേഷൻ നമ്മുടെ കൺട്രിയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമുക്ക് എങ്ങനെയാണ് എവിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അപ്പോൾ പണ്ട് കാലത്ത് നമുക്ക് അവൈലബിൾ ആയിരുന്ന എവിഡൻസ് എന്തൊക്കെയാണ്? റിട്ടൺ റെക്കോർഡ്സ് ഉണ്ടായിരുന്നോ? റിട്ടൺ റെക്കോർഡ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആർക്കിയോളജിക്കൽ റിമാൻസ് വെച്ചിട്ടാണ്. പല സ്ഥലത്തുനിന്നും നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ടെടുത്തിട്ടുള്ള റെമനൻസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഹാരപ്പൻ കൾച്ചറിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഗ്രേറ്റ് ബാത്ത്, മോഹൻജോദാരോയിലെ ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ട്, ഗ്രാനറി സിസ്റ്റം. അതുപോലെ അവിടുത്തെ ബറിയൽ സിസ്റ്റം, പിന്നെ അവിടുത്തെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അങ്ങനത്തെ ഒരുപാട് എലമെൻറ്റ്സ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് അവിടെ യൂസ് ചെയ്തിരുന്ന ആർട്ടിഫാക്ട്സിൻ്റെ റിമൈൻസ് മൂലമാണ്. അത് എക്സ്കവേറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഇങ്ങനെ ഒരു സിവിലൈസേഷൻ എക്സിസ്റ്റ് ചെയ്തിരുന്നു, അവിടുത്തെ ജനങ്ങൾ ഇത്തരത്തിലുള്ള കൾച്ചറാണ് ഫോളോ ചെയ്തിരുന്നത്. ആൻഡ് റിവർ വാലിയിലായിരുന്നു ഇങ്ങനത്തെ സിവിലൈസേഷൻസ് എല്ലാം തന്നെ എക്സിസ്റ്റ് ചെയ്തിരുന്നത്. എന്തായിരിക്കാം അങ്ങനെ ഒരു റിവർ വാലിയിൽ തന്നെ അതുണ്ടാവാനുള്ള ഒരു കാരണം? അപ്പോൾ എന്തായിരിക്കാം റിവർ വാലിയിൽ തന്നെ സിവിലൈസേഷൻസ് ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കാം? ബിക്കോസ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് മോർ ചീപ്പറാക്കും അല്ലേ? ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആയാലും എന്തെങ്കിലും കാര്യങ്ങൾക്കുള്ള ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസൊക്കെ കുറച്ചും കൂടെ ചീപ്പറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവർ വാലീസിൽ തന്നെ ഇത്തരം കൾച്ചേഴ്സൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ളത്. ബിക്കോസ് അത് അത്രയും അധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ എവിഡൻസസ് നമുക്ക് കിട്ടുന്നത്, നമ്മുടെ ഹിസ്റ്ററിനെ കുറിച്ചുള്ള എവിഡൻസസ് കിട്ടുന്നത് എങ്ങനെയാണ്? ആർക്കിയോളജിക്കൽ റിമൈൻസൊക്കെ നമ്മൾ എക്സാമിൻ ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ടൈപ്പ് ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ടെന്നാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ടൂൾസ് ഉണ്ടായിരിക്കാം, സ്റ്റോൺ ടൂൾസ് ഉണ്ടായിരിക്കാം, പോട്ടറി ഉണ്ടായിരിക്കാം, മെറ്റൽ ഇംപ്ലിമെൻറ്റ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ആർക്കിയോളജി ഹെൽപ്സ് മച്ച് ടു അണ്ടർസ്റ്റാൻഡ് ദ ലൈഫ് ആൻഡ് കൾച്ചർ ഓഫ് ദി പീപ്പിൾ ഹു ലിവ്ഡ് ഇൻ ദിസ് പീരിയഡ്. സോ ആസ് ഐ സെഡ്, ആർക്കിയോളജി തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരും ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റവും നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ എവിഡൻസ് നമുക്ക് തരുന്നത്. ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ലെവലിൽ പറയുകയാണ്. ഓക്കെ, നമുക്കിനി സ്റ്റോൺ ഏജിലേക്ക് കിടക്കാം. അപ്പോൾ 4 ടൈപ്പ് ഓഫ് ഏജാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് എന്താണ്? പാലിയോളിത്തിക് ഏജ്. പാലിയോളിത്തിക് ഏജിൽ നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്താണ്? ഓൾഡ് സ്റ്റോൺ ഏജ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? മെസോലിത്തിക് ഏജ്. മെസോലിത്തിക് ഏജിനെ പറയുന്ന മറ്റൊരു പേരാണ് മിഡിൽ സ്റ്റോൺ ഏജ്. ദെൻ നിയോലിത്തിക് ഏജ്, ദാറ്റ് ഈസ് ന്യൂ സ്റ്റോൺ ഏജ്. ആൻഡ് ലാസ്റ്റ് വൺ മെറ്റൽ ഏജ്.
ഓക്കെ, 4 ടൈപ്പാണ് പറഞ്ഞത്. പാലിയോളിത്തിക്, ഓൾഡ് സ്റ്റോണേജ്, മെസോലിത്തിക് എം നോക്കുക, മിഡിൽ സ്റ്റോണേജ്, നിയോലിത്തിക്, നിയോ മീൻസ് ന്യൂ സ്റ്റോണേജ് ആൻഡ് മെറ്റൽ ഏജ്. അപ്പോൾ 4 ടൈപ്സാണ് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ടും കാണാൻ പറ്റുന്നത്. അപ്പോൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്താണെന്നുള്ളത് മറക്കരുത്. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് എന്താണ്? സ്റ്റോൺ ഏജ് ആണ്. 4 ടൈപ്പ് ഓഫ് ഏജ് നമ്മൾ പറഞ്ഞു. ഈ 4 ഏജും മനസ്സിൽ അങ്ങോട്ട് കുറിച്ചിടുക. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരാവുന്ന, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത്രയധികം സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട പോർഷൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ എല്ലാ സ്ഥലത്തും ഇത് യൂണിഫോം ആയിരുന്നില്ല. ഓക്കെ, നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ആൻഡ് ഇവിടെ 2 ടെക്നോളജീസ് പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് റേഡിയോ കാർബൺ ഡേറ്റിംഗ് ആണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഡെൻഡ്രോക്രോണോളജിയാണ്. ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതെന്താണ്? ദ ടെക്നിക് ഓഫ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? ഡേറ്റിംഗ് ഓഫ് ദി പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ഈസ് ഡൺ സയൻറ്റിഫിക്കലി. അതായത് പ്രീ ഹിസ്റ്റോറിക് പീരീഡിൻ്റെ ഡേറ്റ്, അതായത് കാലഘട്ടം നിശ്ചയിച്ചിരുന്നത് സയൻറ്റിഫിക്കലി ആയിരുന്നു, ശാസ്ത്രീയപരമായിട്ടായിരുന്നു. അതിന് ഉപയോഗിച്ചിരുന്ന 2 ടെക്നിക്കാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റത്തെയാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മെഷറിംഗ് ദ ലോസ് ഓഫ് കാർബൺ ഇൻ ഓർഗാനിക് മെറ്റീരിയൽസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു ടൈം കഴിയുന്ന സമയത്ത് ഒരു ഓർഗാനിക് മെറ്റീരിയലിൻ്റെ, ജീവനുള്ള ഒരു വസ്തുവിൻ്റെ ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ ബോഡിയിൽ നിന്നും കാർബൺ ലോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ലോസ് ചെയ്യുന്ന കാർബണിൻ്റെ ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു മെഷർ ബേസ് ചെയ്തിട്ട് കാലഘട്ടത്തെ അളക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്താണ് നമ്മളങ്ങനെ പറയാം? റേഡിയോ കാർബൺ ഡേറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഓർഗാനിക് മെറ്റീരിയലിൻ്റെ ബോഡിയിൽ നിന്ന് കാർബൺ ലോസ് ചെയ്യണതിനെ പറ്റിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ ബേസ്ഡായിട്ട് നമ്മൾ കാലഘട്ടം നിശ്ചയിക്കുന്നതിനെ പറയുന്ന പേരാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ്. അനദർ ടെക്നിക്ക് എന്താണ്? ഡെൻഡ്രോക്രോണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ട്രീ റിങ്സ് ഇൻ ദ വുഡ്. ഒരു വുഡിൽ അല്ലെങ്കിൽ ഒരു ട്രീ റിങ്സ് കൗണ്ട് ചെയ്തിട്ട് എത്ര ട്രീ റിങ്സ് ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ടാണ് അടുത്തത് ഈ ഒരു ടെക്നോളജിനെ പറയുന്നത്. ബൈ കൗണ്ടിങ് ദ നമ്പർ ഓഫ് ട്രീ റിങ്സ് ഇൻ ദ വുഡ് ദ ഡേറ്റ് ഓഫ് ദ വുഡ് ഈസ് അറൈവ്ഡ് അറ്റ്. ഓക്കെ, അപ്പോൾ ആ ട്രീയിലുള്ള ട്രീ റിങ്ങിൻ്റെ നമ്പർ കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാലഘട്ടം അല്ലെങ്കിൽ ഏത് ടൈമിലുള്ള വുഡാണെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും, ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണെന്ന് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹിസ്റ്റോറിയൻസ് ഈ ഓരോരോ നമ്മുടെ പ്രീ ഹിസ്റ്റോറിക്കൽ ടൈമിൻ്റെ ഓരോരോ കാര്യങ്ങൾ, കാലഘട്ടം മനസ്സിലാക്കി വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് മച്ച് ഡിലേ നമുക്ക് ഓരോരോ സ്റ്റേജായിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറയാൻ പോകുന്നത് പാലിയോളിത്തിക് ഓർ ഓൾഡ് സ്റ്റോണേജ്. പാലിയോളിത്തിക് ഏജ് ഓർ ഓൾഡ് സ്റ്റോണേജ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിങ്ങനെ വായിച്ചു പോവുകയാണ്. ഓൾഡ് സ്റ്റോൺ ഏജ് സൈറ്റ്സ് ആർ വൈഡ്ലി ഫൗണ്ട് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ദീസ് സൈറ്റ്സ് ആർ ജനറലി ലൊക്കേറ്റഡ് നിയർ വാട്ടർ സോഴ്സസ്. സെവറൽ റോക്ക് ഷെൽട്ടേഴ്സ് ആൻഡ് caves used by the Paleolithic people are scattered across the subcontinent. They also lived rarely in huts made of leaves. Some of the famous old stone age. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ സോഴ്സിൻ്റെ അടുത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ജീവിച്ചിരുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോക്ക് ഷെൽട്ടേഴ്സ് ഉണ്ടായിരുന്നു, കേവ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്താണ് ഹട്ട്സ് ഉണ്ടായിരുന്നു. ഓക്കെ, കുടിലുകൾ ഉണ്ടായിരുന്നു. കുടിലുകളുടെ പ്രത്യേകത എന്താണ്? മെയ്ഡ് ഓഫ് ലീവ്സ്, ഇലകൾ കൊണ്ട് മെനഞ്ഞ കുടിലുകൾ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഓൾഡ് സ്റ്റോൺ ഏജിലെ ഫേമസ് ആയിട്ടുള്ള സൈറ്റ്സ് കുറച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ സൈറ്റ്സ് ഒക്കെ മനസ്സിലാക്കി വെക്കണം. ബിക്കോസ് നിങ്ങൾക്ക് മാപ്പിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതിലേതാണ് പാലിയോളിത്തിക് സൈറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ വരെ വരാം. ഓക്കെ, ഞാൻ ഈ പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PYQs നിങ്ങൾക്ക് തരാം. PYQ ഡിസ്കഷനും നമുക്കുണ്ടായിരിക്കും കേട്ടോ. ഓരോ സബ്ജക്റ്റ് വൈസ് PYQ ഡിസ്കഷനും നമുക്കുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ സ്ഥലങ്ങൾ, പാലിയോളിത്തിക് ഏജിലെ സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോൺ വാലി ഉണ്ട്, ശിവാലിക് ഹിൽസ് ഉണ്ട്, ഭീംബേട്ക ഉണ്ട്. ഭീംബേട്കൊക്കെ വളരെ ഫേമസ് ആണ്. ആഡംഗ ഹില്ലുണ്ട്, അത് ഫേമസ് ആണ്. കർണൂൽ കേസ് ഇൻ ആന്ധ്രാപ്രദേശ് വളരെ ഫേമസ് ആണ്. ആൻഡ് ആറ്റിരംപക്കം നിയർ ചെന്നൈ. ഇതൊക്കെയാണ് നമ്മുടെ പാലിയോളിത്തിക് ഏജിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി പാലിയോളിത്തിക് ഏജിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഓൾഡ് സ്റ്റോൺ ഏജിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് അവരുടെ
അവരുടെ ലൈവ്ലിഹുഡ്, ദാറ്റ് ഈസ് ഫുഡ്, ബേസിക് നീഡ്സ് എങ്ങനെയായിരുന്നു അവർ അറ്റൈൻ ചെയ്തിരുന്നത് നമുക്ക് നോക്കാം. ഫുഡ് എങ്ങനെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഹണ്ടിങ് എനിമൽസ്, ബൈ ഹണ്ടിങ് എനിമൽസ്, വേട്ടയാടുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തൊഴിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഗ്യാതറിങ് എഡിബിൾ പ്ലാന്റ്സ് ആൻഡ് ട്യൂബേഴ്സ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ്? ഗ്യാതറിങ് എഡിബിൾ പ്ലാന്റ്സ് ആൻഡ് ട്യൂബേഴ്സ്. സോ വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് എന്ത് പറയാം? പാലിയോളിത്തിക് ഏജിലെ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് ടൈമിലെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള പാലിയോളിത്തിക് സൈറ്റിലെ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ഹണ്ടർ ഗ്യാദറർ സൊസൈറ്റി ആയിരുന്നു എന്ന് നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് പറയാം? ദെർഫോർ ദീസ് പീപ്പിൾ ആർ കോൾഡ് ആസ് ഹണ്ടർ ഗ്യാദറേഴ്സ്. ഞാൻ പറഞ്ഞു തന്നെ, ഹണ്ടർ ഗ്യാദറേഴ്സ് എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ആൻഡ് ഇനി അവർ ഉപയോഗിച്ചിരുന്ന ടൂൾസ് നമ്മൾ പറഞ്ഞു, ഹണ്ടിങ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഇനി അവർക്ക് ഹണ്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ടൂൾസ് വേണ്ടേ? അപ്പോൾ എന്ത് ടൈപ്പ് ടൂൾസാണ് അവർ യൂസ് ചെയ്തിരുന്നത് നമുക്ക് നോക്കാം. ദേ യൂസ് സ്റ്റോൺ ടൂൾസ്, ഹാൻഡ് സൈസ്ഡ് ആൻഡ് ഫ്ലേക്ഡ് ഓഫ് ലാർജ് പെബിൾസ് ഫോർ ഹണ്ടിങ് എനിമൽസ്. മേജർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുകൊണ്ടുള്ള ടൂൾസാണ് ഉപയോഗിച്ചിരുന്നത്. ഹാൻഡ് സൈസ്ഡ് ആയിരുന്നു, അതായത് കയ്യിൽ പിടിച്ചാൽ ഒതുങ്ങുന്നതായിരുന്നു. ഫ്ലേക്ഡ് ഓഫ് ലാർജ് പെബിൾസ് ഫോർ ഹണ്ടിങ് അനിമൽസ്, അതുപോലെ തന്നെ ലാർജ് പെബിൾസ്, വലിയ വലിയ പെബിൾസൊക്കെ ഫ്ലേക്ഡ് ഓഫ് ചെയ്തിട്ട്, അതായത് ഇങ്ങനെ ചെത്തി മിനുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള സ്റ്റോൺ ടൂൾസ് ആയിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള സെൻറ്റൻസസ് ഒക്കെ നല്ല കെയർഫുള്ളി റീഡ് ചെയ്യണം. ഈ PDF, അതായത് ഈ ഒരു SCRT ബുക്ക് നിങ്ങൾ ഒരു എത്ര തവണ വായിക്കാൻ പറ്റുമോ അത്രയും തവണ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് UPSCക്ക് ഇതൊന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻസും കുറച്ച് ലോജിക്കൽ തിങ്കിങ്ങും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും പോവില്ല, അത് ഞാൻ ഗ്യാരണ്ടി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രത്യേകത എന്ത് പറയാം? സ്റ്റോൺ ഇംപ്ലിമെൻറ്റ്സ് ആർ മെയ്ഡ് ഓഫ് എ ഹാർഡ് റോക്ക് നോൺ എസ് ക്വാഡ്സൈറ്റ്. ക്വാഡ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഓർത്ത് വയ്ക്കുക. ക്വാഡ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഹാർഡ് റോക്കാണ്. ഓക്കെ, നല്ല ഹാർഡായിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് റോക്കാണ്. ആ റോക്ക് യൂസ് ചെയ്തിരുന്നത് എവിടെയായിരുന്നു? ഓൾഡ് സ്റ്റോൺ ഏജിലായിരുന്നു കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ട്രോങ് ഇംപ്ലിമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ലാർജ് പെബിൾസ് ആർ ഓഫൺ ഫൗണ്ട് ഇൻ റിവർ ടെറസസ്. വലിയ വലിയ പെബിൾസ് എവിടെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്? റിവർ ടെറസസിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് റിവർ ടെറസസിൽ കണ്ടെത്താൻ കാരണം? അവരുടെ മേജർ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേജറായിട്ടും അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ പാലിയോളിത്തിക് സൈറ്റ്സ് ഒക്കെ എവിടെയായിരുന്നു? റിവേഴ്സിൻ്റെ സൈഡുകളിലായിരുന്നു. അതുകൊണ്ടാണ് ദ ഹണ്ടിങ് ഓഫ് ലാർജ് അനിമൽസ് വുഡ് ഹാവ് റിക്വയർഡ് ദ കമ്പൈൻഡ് എഫേർട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് ലാർജ് സ്റ്റോൺ ആക്സസ്. ഓക്കെ, ഹണ്ടിങ്, വലിയ വലിയ അനിമൽസിൻ്റെ ഹണ്ടിങ്ങിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഗ്രൂപ്പ് തന്നെ വേണമായിരുന്നു. ഇൻഡിവിജ്വൽ ഒരാൾക്ക് പോസിബിൾ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഗ്രൂപ്പായിട്ട് ഹണ്ടിങ് ചെയ്തിരുന്നു. ഓക്കെ, ദെൻ വി ഹാവ് ലിറ്റിൽ നോളജ് അബൌട്ട് ദർ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അവരുടെ ലാംഗ്വേജും കമ്മ്യൂണിക്കേഷൻ എന്നും പറയുന്നത് അത്ര അങ്ങോട്ട് ഡെവലപ്ഡ് ഒന്നും ആയിരുന്നില്ല. അവർ ജസ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, ഹാൻഡ് ജസ്റ്റേഴ്സും അതുപോലെ തന്നെ ചില വോക്കൽ സൗണ്ട്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ മേജർ കമ്മ്യൂണിക്കേഷൻസും നടത്തിയിരുന്നത്. ഒരു ലാംഗ്വേജ് ഒന്നും ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആൻഡ് ദെയർ വേ ഓഫ് ലൈഫ് ബിക്കം മോഡിഫൈഡ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം സിൻസ് ദേ മേഡ് അറ്റംപ്റ്റ്സ് ടു ഡൊമസ്റ്റിക്കേറ്റ് അനിമൽസ്, മേക്ക് ക്രൂഡ് പോട്ട്സ് ആൻഡ് ഗ്രോ സം പ്ലാന്റ്സ്. ഇനി അവരുടെ ലൈഫിനൊരു മോഡിഫിക്കേഷൻ വന്നത്, അതായത് ഈ ഹണ്ടർ ഗാദറർ സൊസൈറ്റിയിൽ നിന്ന് അവരുടെ ലൈഫിനൊരു മോഡിഫിക്കേഷൻ വന്നത് എപ്പോഴാണ്? അവർ ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി, മൃഗങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് മേക്ക് ക്രൂഡ് പോട്ട്സ് മേയ്ക്കാൻ തുടങ്ങി. ആൻഡ് കുറച്ച് ചെടികളും അഗ്രികൾച്ചർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് സം പ്ലാന്റ്സ് എന്നേ പറയുന്നുള്ളൂ, കുറച്ച് ചെടികൾ വളർത്താനും തുടങ്ങി. ഇനി നമുക്ക് പറയാനുള്ളത് കുറച്ച് സ്റ്റോൺ ഏജ് പെയിൻറ്റിങ്സ് നമുക്ക് ഭീംബേട്ക എന്നുള്ള റോക്കിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? കേവ് പെയിൻറ്റിങ്സ്, ഓൾഡ് ഏജ് സ്റ്റോൺ പെയിൻറ്റിങ്സ് എവിടെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്? ഭീംബേട്കയിലാണ്. ഭീംബേട്ക എവിടെയാണ്? മധ്യപ്രദേശിലാണ്. സൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ആൻഡ് ഈ പീരീഡ്, ഈ നമ്മുടെ പാലിയോളിത്തിക് പീരീഡ് എപ്പോഴൊക്കെയായിരുന്നു? പീരീഡ് ബിഫോർ 10,000 BC ഈസ് അസൈൻ ടു ദ ഓൾഡ് സ്റ്റോൺ ഏജ്. 10,000 BCക്ക് മുൻപുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓൾഡ് സ്റ്റോൺ ഏജ് അഥവാ പാലിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ പാലിയോളിത്തിക് ഏജിൻ്റെ മേജർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഞാനിതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വായിക്കാനുള്ള, അതായത് ഞാൻ ഈ പറയുന്ന പോർഷൻസ് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് വായിക്കാനുള്ള ബുക്സിൻ്റെ PDF ഞാൻ അയച്ചു തരാം. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അത് വായിക്കുക. എന്നിട്ട് അതിലെന്തെങ്കിലും എക്സ്ട്രാ പോയിൻറ്റ്സ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഒപ്പം എഴുതി ജോയിൻ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അങ്ങനെ ഇപ്പം തന്നെ കുറച്ച് എഫേർട്ട് എടുത്ത് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവലിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് അടുത്ത സ്റ്റോൺ ഏജിലേക്ക് പോവാം. മെസോലിത്തിക് ഓർ മിഡിൽ സ്റ്റോൺ ഏജ് ആണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്.
അപ്പോൾ പാലിയോളിത്തിക് ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് മെസോലിത്തിക് ഏജ്. ഇതിൻ്റെ ആ ഒരു ടൈം പീരീഡ് വരുന്നത് 10,000 BC ടു 6,000 BC ആണ്. ഈ ഒരു പീരീഡാണ് മെസോലിത്തിക് ഏജിൻ്റെ ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെ പറയുന്നത് ട്രാൻസിഷണൽ ഫേസ് ആയിട്ടാണ്. ദാറ്റ് ഈസ് പാലിയോളിത്തിക് ഏജിൽ നിന്നും നിയോളിത്തിക് ഏജിൽ, പാലിയോളിത്തിക് ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് ടൈമാണ്. അത് കഴിഞ്ഞിട്ട് നിയോലിത്തിക് ഏജ്, ഒരു പുതിയ നവീന ശിലായുഗം വരുന്ന സമയത്തിൻ്റെ ആ ഒരു ടൈം വരെയുള്ളൊരു ട്രാൻസിഷണൽ ഫേസിനെ പറയുന്ന പേരാണ് മെസോലിത്തിക് അല്ലെങ്കിൽ മിഡിൽ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. ഇനി മെസോലിത്തിക് റിമൈൻസ് എവിടെയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ലൻഗഞ്ച്, ഗുജറാത്തിലെ ലൻഗഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുണ്ട്. പിന്നെ മധ്യപ്രദേശിലെ ആഡംഗാഹ്, പിന്നെ രാജസ്ഥാനിലെ ചില സ്ഥലങ്ങളുണ്ട്, ഉത്തർപ്രദേശിലും ബീഹാറിലും ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഏത് പീരീഡായിരുന്നു മെസോലിത്തിക് ഓർ മിഡിൽ സ്റ്റോൺ ഏജ് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ആൻഡ് ഓൾസോ ഇതൊരു ട്രാൻസിഷണൽ ഫേസ് ആണ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് റെമനൻസ് എവിടെയാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള പോയിൻറ്റ്സ് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ദെൻ the paintings and engravings found at the rock shelters give an idea about the social life and economic activities of Mesolithic people. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തെ ഇക്കണോമിക് ലൈഫ്, അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ലൈഫ്, അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ ലൈഫ് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു മെയിൻ എവിഡൻസ് നമുക്ക് കിട്ടുന്നത് റോക്ക് ഷെൽട്ടേഴ്സ് എന്ന് കണ്ടെത്തിയിട്ടുള്ള പെയിൻറ്റിങ്സിലൂടെയാണ്. പിന്നെ അതുപോലെ തന്നെ മെസോലിത്തിക് ഏജിൽ ഒരുപാട് ടൈപ്പ് ഓഫ് സ്റ്റോൺ ടൂൾസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ടൈനി സ്റ്റോൺ ആർട്ടിഫാക്ട്സ് ആണ്, ചെറുതാണ് കേട്ടോ, ചെറിയ അതായത് ഭയങ്കര ചെറിയ ആർട്ടിഫാക്ട്സ് ആണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഓഫൺ നോട്ട് മോർ ദാൻ 5 centimeters ഇൻ സൈസ്. 5 സെൻറ്റിമീറ്ററിന് മുകളിലൊന്നും ഇല്ല, 5 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ടൈനി ചെറിയ സ്റ്റോൺ ആർട്ടിഫാക്ട്സ് ആണ് മെയിനായിട്ട് മെസോലിത്തിക് സൈറ്റിൽ നിന്ന് കണ്ടെത്തിയത്. അപ്പോൾ തന്നെ അവിടെ നമുക്ക് മെസോലിത്തിക് ഏജിന് ഒരു കാര്യം കൂടെ ഒന്നും കൂടെ പറയാം. മൈക്രോലിത്ത് എന്നുള്ള വേർഡ്, അവിടെയാണ് മൈക്രോലിത്ത് എന്നുള്ള വേർഡ് വരുന്നത്. അതായത് ടൈനി സ്റ്റോൺ ആർട്ടിഫാക്ട്സ് ഓഫൺ നോട്ട് മോർ ദാൻ 5 centimeters ആൻഡ് സൈസ് ആൻഡ് ദെർഫോർ കോൾഡ് മൈക്രോലിത്ത്. അപ്പോൾ മെസോലിത്തിക് ഏജിൽ കണ്ടിരുന്ന സ്റ്റോൺ ആർട്ടിഫാക്ട്സിനെ മൈക്രോലിത്ത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഈ സമയത്ത് ഹണ്ടിങ് ഗ്യാദറിങ് പാറ്റേൺ ഓഫ് ലൈഫ് കണ്ടിന്യൂ ചെയ്തു പോയിരുന്നു. ഈ പീരീഡിലും ആ ഒരു ഹണ്ടിങ് ഗ്യാദറിങ് പാറ്റേൺ ഫോളോ ചെയ്ത് പോന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദർ സീംസ് ടു ഹാവ് ബീൻ എ ഷിഫ്റ്റ് ഫ്രം ബിഗ് ആനിമൽ ഹണ്ടിങ് ടു സ്മോൾ ആനിമൽ ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ്. ആ സമയത്ത് ബിഗ് ആനിമലിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പായിട്ട് ഹണ്ടിങ് നടത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ പാലിയോളിത്തിക് ഏജിൻ്റെ സമയത്ത്. പക്ഷേ ഈ സമയത്ത് വന്നപ്പോൾ വലിയ ആനിമൽസിൽ നിന്നും ഒരു ഷിഫ്റ്റ് വന്നു. എന്ത് ഷിഫ്റ്റാണ് വന്നത്? ചെറിയ ആനിമൽസിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയും കൂടെ ഇൻവോൾവ് ചെയ്തു തുടങ്ങി മെസോലിത്തിക് ഏജിൽ ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ. പിന്നെ ബോ ആൻഡ് ആരോസ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, അമ്പും വില്ലും യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ഓൾസോ ദർ ബിഗൻ എ ടെൻഡൻസി ടു സെറ്റിൽ ഫോർ ലോങ്ങർ പീരീഡ്സ് ഇൻ എൻ ഏരിയ. അതുപോലെ തന്നെ ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹണ്ടർ ഗ്യാദർ സൊസൈറ്റീസിൻ്റെ ഒക്കെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു സ്ഥലത്ത് കുറേ നാൾ ജീവിക്കൊന്നും ഉണ്ടായിരുന്നില്ല, സെറ്റിൽഡ് ലൈഫൊന്നും ആയിരുന്നില്ല അവരുടെ. പക്ഷേ മെസോലിത്തിക് ഏജിൽ വന്ന സമയത്ത് കുറച്ച് നാളെങ്കിലും ഒരു പീരീഡ്, ഒരു അത്യാവശ്യം നീണ്ടൊരു പീരീഡ്, ലോങ്ങർ പീരീഡ്സിൽ അവർ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, ഹോർട്ടിക്കൾച്ചർ ആൻഡ് പ്രിമിറ്റീവ് കൾട്ടിവേഷൻ സ്റ്റാർട്ടഡ്. അപ്പോൾ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസിനെ വളർത്തൽ, ഹോർട്ടിക്കൾച്ചർ, അതുപോലെ തന്നെ കൾട്ടിവേഷൻ, പ്രിമിറ്റീവ് കൾട്ടിവേഷൻ മേജർലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പീരീഡ് അപ്പോൾ ആക്ച്വലി എപ്പോഴാണ്? മെസോലിത്തിക് ഏജിലാണ്. പാലിയോളിത്തിക് ഏജിൽ ചെറിയ പ്ലാന്റ്സൊക്കെ അവർ കൾട്ടിവേറ്റ് ചെയ്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കൾട്ടിവേഷൻ ലെവലിലേക്ക്, അതായത് കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു വേർഷനിലേക്ക് വരുന്നത് മെസോലിത്തിക് ഏജിലാണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മെസോലിത്തിക് സൈറ്റ്സിൽ നിന്ന് ആനിമൽ ബോൺസ് ഫൗണ്ട് ചെയ്തിരുന്നു. ഏതൊക്കെ ആനിമൽസിൻ്റെ ബോൺസാണ് കിട്ടിയതിരുന്നത് നമുക്ക് നോക്കാം. ഡോഗിൻ്റെ ഉണ്ടായിരുന്നു, ഡിയറിൻ്റെ ഉണ്ടായിരുന്നു, ബോറിൻ്റെ ഉണ്ടായിരുന്നു, ഓസ്ട്രിച്ചിൻ്റെ ഉണ്ടായിരുന്നു. Likewise, burials of dead along with some microlith and shell seems to have been practiced. ബറിയൽ സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബറിയൽ സിസ്റ്റത്തിൽ മരിച്ചു പോയവരുടെ കൂടെ തന്നെ മൈക്രോലിത്സ്, അതായത് ടൈനി സ്റ്റോൺ ടൂൾസും അതുപോലെ തന്നെ ഷെൽസും ഇടുന്ന ഒരു പ്രാക്ടീസ് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം മെസോലിത്തിക് ഓർ മിഡിൽ സ്റ്റോൺ ഏജിൻ്റെ പെക്യുലാരിറ്റീസ് ഒരുവിധം മനസ്സിലായല്ലോ, സൈറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ, ടൈം പീരീഡ് എപ്പോഴാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക്
നിയോലിത്തിക് ഏജിലേക്ക് കിടക്കാം. നിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ നിയോ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ന്യൂ ഏജ്, ന്യൂ സ്റ്റോൺ ഏജ്. ഓക്കെ, ഈ സമയത്തുള്ളൊരു റിമാർക്കബിൾ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ civilization in the Neolithic age. A remarkable progress is noticed in human civilization in the Neolithic age. മനുഷ്യൻ്റെ ആ ഒരു സിവിലൈസ്ഡ് ലൈഫ് അല്ലെങ്കിൽ ഒരു നഗരവൽക്കരണം, അങ്ങനെ ആ ഒരു ലെവലിലേക്ക് സിവിലൈസ്ഡ് ആയിട്ട് മനുഷ്യൻ മാറിത്തുടങ്ങിയത് ഈ ഒരു സമയത്താണ്, നിയോലിത്തിക് ഏജിലാണ്. പിന്നെ അതിൻ്റെ ആ ഒരു ഡേറ്റ് പീരീഡ് പറയുന്നത് 6000 BC to 4000 BC ആണ്. പിന്നെ നിയോലിത്തിക് ടൈമിൽ നവീന ശിലായുഗത്തിലെ ഒരുപാട് റിമൈൻസ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. കാശ്മീർ വാലിയിൽ പറയുന്നുണ്ട്, ബീഹാറിൽ ചിരന്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പറയുന്നുണ്ട്, ഉത്തർപ്രദേശിലെ ബേലൻ വാലിയിൽ പറയുന്നുണ്ട്, അതുപോലെ ഡെക്കാൻ്റെ സെവറൽ പ്ലേസസിലും നിയോലിത്തിക് ഏജിൽ നിയോലിത്തിക് സൈറ്റ്സിൻ്റെ കുറച്ച് റിമൈൻസ് കണ്ടെത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയോലിത്തിക് സൈറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദ ഇമ്പോർട്ടൻറ്റ് നിയോലിത്തിക് സൈറ്റ്സ് എക്സ്കവേറ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ. നമുക്ക് സൗത്ത് ഇന്ത്യയിൽ പറയാൻ നേരത്തെ നമ്മൾ പറഞ്ഞത് നോർത്ത് ഇന്ത്യയിലെ കാര്യങ്ങളായിരുന്നു. ഇനി സൗത്ത് ഇന്ത്യയിലെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ മാസ്കി, ബ്രഹ്മഗിരി, ഹല്ലൂർ ആൻഡ് കൊടൈക്കൽ ഇൻ കർണാടക, പിന്നെ പയ്യാമ്പള്ളി ഇൻ തമിഴ്നാട് ആൻഡ് ഉട്ട്നൂർ ഇൻ ആന്ധ്രാപ്രദേശ്. അപ്പോൾ ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഉള്ള കുറച്ച് സദേൺ സൈഡിലുള്ള സ്ഥലങ്ങൾ നിയോലിത്തിക് സൈറ്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ സിവിലൈസേഷൻ പ്രോഗ്രസ് ചെയ്യപ്പെട്ടു. 6000 BC to 4000 BC ആയിരുന്നു ടൈം പീരീഡ് എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യയിലെ കാശ്മീർ വാലി, ചിരന്ത്, ബീഹാറിലെ ചിരന്ത്, ഉത്തർപ്രദേശിലെ ബേലൻ വാലി, ഡെക്കാനിലെ പല ഭാഗങ്ങൾ, ഇതൊക്കെയെന്ന് പറയുന്നുണ്ടെങ്കിൽ നിയോലിത്തിക് റിമൈൻസ് ഫൗണ്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. ആൻഡ് ഓൾസോ നിയോലിത്തിക് സൈറ്റ്സ് സൗത്ത് ഇന്ത്യയിലും എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സൈറ്റ്സാണ് ഏതൊക്കെ? മാസ്കി, ബ്രഹ്മഗിരി ആൻഡ് ഹല്ലൂർ ആൻഡ് കൊടൈക്കൽ ഇൻ കർണാടക. കർണാടകയിലെ 4 സ്ഥലങ്ങളുണ്ട്. പിന്നെ തമിഴ്നാടുള്ള പയ്യാമ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ആന്ധ്രാപ്രദേശിലുള്ള ഉട്ട്നൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇതുവരെ ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം. പിന്നെ നിയോലിത്തിക് കൾച്ചറിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചർ, കൃഷി. ഓക്കെ, നല്ല രീതിയിൽ പ്രാക്ടീസ് ഓഫ് അഗ്രികൾച്ചർ, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, പോളിഷിംഗ് ഓഫ് സ്റ്റോൺ ടൂൾസ് ആൻഡ് മാനുഫാക്ചർ ഓഫ് പോട്ടറി, നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോട്ടറി. സ്റ്റോൺ ടൂൾസ് മെസോലിത്തിക്കിൽ ടൈനി സ്റ്റോൺ ടൂൾസ് ആയിരുന്നു, മൈക്രോലിറ്റ്സ് ആയിരുന്നു. പക്ഷേ ഈ സമയത്ത് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആക്കി. വേർഡ് ഇപ്പോൾ എന്ത് വേർഡാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്റ്റോൺ ടൂൾസിൻ്റെ കൂടെ? പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പോട്ടറിയുടെ മാനുഫാക്ചർ ഓഫ് പോട്ടറി വന്നു, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് വന്നു, പ്രാക്ടീസ് ഓഫ് അഗ്രികൾച്ചർ വന്നു നിയോലിത്തിക് ഏജിൽ. ഇനി ഇൻഫാക്ട് ദ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ലീഡ് ടു ദ എമർജൻസ് ഓഫ് വില്ലേജ് കമ്മ്യൂണിറ്റീസ് ബേസ്ഡ് ഓൺ സെഡൻറ്ററി ലൈഫ്. അങ്ങനെ കൾട്ടിവേഷനും പ്ലാന്റ്സിൻ്റെ കൾട്ടിവേഷനും ഡൊമസ്റ്റിക്കേഷനും ഒക്കെ വന്നു. അതുപോലെ തന്നെ വില്ലേജ് കമ്മ്യൂണിറ്റീസും ഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങി, സെറ്റിൽഡ് ലൈഫ്. അങ്ങനെ ഒരു ലൈഫ്, അതായത് ഒന്നും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ലൈഫ്, ഒരു ലൈവ്ലിഹുഡ് അവരവിടെ തുടങ്ങാൻ വേണ്ടി തുടങ്ങി. അതൊക്കെ നിയോലിത്തിക് ഏജിലാണ് വന്നത്. ഇനി there was a great improvement in technology of making tools and other equipments used by man. അപ്പോൾ ടൂൾസിൻ്റെയും മറ്റ് എക്യുപ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് മനുഷ്യന്മാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസും മറ്റ് എക്യുപ്മെൻറ്റ്സും ഉണ്ടാക്കാനുള്ള ടെക്നോളജി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സ്റ്റോൺ ടൂൾസ് വെർ നൗ പോളിഷ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, പോളിഷിംഗ് ഓഫ് സ്റ്റോൺ ടൂൾസ് എന്നുള്ളത് നമ്മൾ മുന്നത്തെ പാരഗ്രാഫിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് നിയോലിത്തിക് ഏജിലെ കാര്യങ്ങൾ പറയുമ്പോൾ. പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് അപ്പോൾ ആക്ച്വലി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നിയോലിത്തിക് ഏജ് ആണെന്ന് പറയാൻ പറ്റണം. ഓക്കെ, ഇനി പോളിഷ്ഡ് ആക്സസ് വെർ ഫൗണ്ട് ടു ബി മോർ ഇഫക്റ്റീവ് ടൂൾസ് ഫോർ ഹണ്ടിങ് ആൻഡ് കട്ടിങ് ട്രീസ്. ആക്സസ് യൂസ് ചെയ്തിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു, പക്ഷേ പോളിഷ്ഡ് ആക്സസ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ഈ ഹണ്ടിങ് ആയിക്കോട്ടെ, ട്രീസ് കട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി ആയിക്കോട്ടെ, കുറച്ചും കൂടി ഇഫക്റ്റായി. വിച്ച് മീൻസ് അത് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനി മഡ് ബ്രിക്ക് ഹൗസസ് വെർ ബിൽഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗ്രാസ് ഹട്ട്സ്. ഗ്രാസ് ഹട്ട്സ് ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? പാലിയോളത്തിക് സൈറ്റ്സിൽ ഗ്രാസ് ഹട്ട്സ് ആയിരുന്നു, അല്ലെങ്കിൽ ലീവ്സ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഹട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സമയത്ത് എത്തിയപ്പോൾ എന്തുണ്ടായി? മഡ് ബ്രിക്ക് ഹൗസസ്
ഇഷ്ടിക കൊണ്ടുള്ള വീടുകൾ വരാൻ വേണ്ടി തുടങ്ങി. വീൽസ് വെർ യൂസ് ടു മേക്ക് പോട്ടറിക്ക് വേണ്ടിയിട്ട് പോട്ടേഴ്സ് വീല് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. പോട്ടറി വാസ് യൂസ്ഡ് ഫോർ കുക്കിംഗ് ആസ് വെൽ ആസ് സ്റ്റോറേജ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. അതുപോലെ പോട്ടറി എന്തിനൊക്കെ യൂസ് ചെയ്തു? കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് ഗ്രെയിൻസ് അവർ കൾട്ടിവേഷൻ തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കൾട്ടിവേഷൻ തുടങ്ങിയ സ്ഥിതിക്ക് അവർക്ക് സർപ്ലസ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരിക്കാം. ഇനി അവർ യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരിക്കാം. അതൊക്കെ എന്ത് ചെയ്യും? അവർ സ്റ്റോർ ചെയ്ത് വെക്കും. അതിന് വേണ്ടിയിട്ട് പോട്ടറി യൂസ് ചെയ്തിരുന്നു. പിന്നെ ലാർജ് ഏൺസ് വർ യൂസ്ഡ് ആസ് കോഫിൻസ് ഫോർ ദ ബറിയൽ ഓഫ് ഡെഡ്. ഇനി നമ്മൾ ബറിയൽ സിസ്റ്റം പറയാമെന്നുണ്ടെങ്കിൽ ലാർജ് ഏൺസ് ആണ്. ഏൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ ഒരു കുടം പോലത്തെ വലിയ ഭരൺ, അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ വലിയൊരു കൈൻഡ് ഓഫ് ഒരു പാത്രമാണ്. അതാണ് യൂസ് ചെയ്തിരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ബറിയൽ, മരിച്ചുപോയവരെ അടക്കാൻ വേണ്ടിയിട്ട് കഫിൻസ് ആയിട്ട് അതാണ് യൂസ് ചെയ്തിരുന്നത്. ആൻഡ് ദർ വാസ് ഓൾസോ ഇംപ്രൂവ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചറിൽ വളരെ വലിയ ഇംപ്രൂവ്മെൻറ്റ്സ് വന്നു. പിന്നെ എന്തൊക്കെ ഡിഫറെൻറ്റ് കൾട്ടിവേഷൻസ് ആണ് നടത്തിയെന്നുള്ളത് നോക്കൂ. വീറ്റ് ഉണ്ടായിരുന്നു, ബാർലി ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു, മില്ലറ്റ് ഉണ്ടായിരുന്നു. വീറ്റ്, ബാർലി, റൈസ്, മില്ലറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ റൈസ് കൾട്ടിവേഷൻ വാസ് എക്സ്റ്റെൻസീവ് ഇൻ ഈസ്റ്റേൺ ഇന്ത്യ. ഈസ്റ്റേൺ ഇന്ത്യയിൽ റൈസ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, റൈസ് കൾട്ടിവേഷൻ. ഇനി ഡൊമസ്റ്റിക്കേഷൻ ഉണ്ടായിരുന്നു. എന്തൊക്കെ ആനിമൽസിനാണ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വന്നിരുന്നത്? ഷീപ്പ് ഉണ്ടായിരുന്നു, ഗോഡ്സ് ഉണ്ടായിരുന്നു, കാറ്റിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു പ്രിവലൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഡൊമസ്റ്റിക്കേഷന് വേണ്ടി യൂസ് ചെയ്തിരുന്ന ആനിമൽസ് ഇതൊക്കെയായിരുന്നു. ഇനി കാറ്റിൽ വർ യൂസ് ഫോർ കൾട്ടിവേഷൻ ആൻഡ് ഫോർ ട്രാൻസ്പോർട്ട്. ഇനി കന്നുകാലികളെ ട്രാൻസ്പോർട്ടേഷനും യൂസ് ചെയ്തിരുന്നു, അതുപോലെ തന്നെ കൾട്ടിവേഷനും യൂസ് ചെയ്തിരുന്നു. കൾട്ടിവേഷൻ എന്തിനായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ ഓക്സിനൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുക? നിലം മുഴാൻ വേണ്ടി, പ്ലോഫ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ അതുപോലെ കൾട്ടിവേഷന് വേണ്ടിയിട്ടും ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടും കാറ്റിൽസിനെ യൂസ് ചെയ്തിരുന്നു. ആൻഡ് ഓൾസോ ദ പീപ്പിൾ ഓഫ് നിയോളിത്തിക് ഏജ് യൂസ്ഡ് ക്ലോത്ത്സ് മെയ്ഡ് ഓഫ് കോട്ടൺ ആൻഡ് വൂൾ. അപ്പോൾ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. എന്താണ് വന്നത്? നിയോളിത്തിക് ഏജിലെ മനുഷ്യർ കോട്ടൺ കൊണ്ടും വൂള് കൊണ്ടും ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ നിയോളിത്തിക് ഏജിൽ വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ഏജ്, അതാണ് മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. ഈ മെറ്റൽ ഏജും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മൾ പോകുന്നത് ഹാരപ്പൻ സിവിലൈസേഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ വേണമെങ്കിൽ എനിക്ക് ഹാരപ്പൻ സിവിലൈസേഷൻ നേരിട്ട് തുടങ്ങായിരുന്നു. പക്ഷേ അത് തുടങ്ങുന്നതിന് മുൻപ് എങ്ങനെയാണ് നമ്മുടെ മനുഷ്യ സമൂഹം ഏതൊക്കെ തലം കടന്നാണ് വന്നത്, ഓരോ ഘട്ടം കഴിയുമ്പോഴും അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് മുതലേ തുടങ്ങിയത്. ഇനി നമുക്ക് മെറ്റൽ ഏജ് തുടങ്ങാം. അപ്പോൾ പാലിയോളിത്തിക് ഏജ് പറഞ്ഞു, മെസോലിത്തിക് ഏജ് പറഞ്ഞു, നിയോലിത്തിക് ഏജ് വന്നു. നിയോലിത്തിക് ഏജ് വന്നപ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലേ? കൾട്ടിവേഷൻ, അഗ്രികൾച്ചറൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയി. അതുപോലെ തന്നെ പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ലൈക്ക് വൈസ് ട്രാൻസ്പോർട്ടേഷനും കൾട്ടിവേഷനും വേണ്ടിയിട്ട് കാറ്റിൽസിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. സ്റ്റോറേജ് പോട്ടേഴ്സ് വീലൊക്കെ വന്നു. അതുപോലെ തന്നെ ഗ്രെയിൻസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് വന്നു. പോട്ട്സൊക്കെ യൂസ് ചെയ്തിരുന്നു. പിന്നെ ബറിയൽ സിസ്റ്റം. അപ്പോൾ അങ്ങനെ കുറേ അഡ്വാൻസ്ഡ് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഉണ്ടായിരുന്നതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് വന്ന് നിയോലിത്തിക് ഏജിലെത്തിയപ്പോൾ മനുഷ്യർ ക്ലോത്ത്സ് വരെ യൂസ് ചെയ്യണ സിറ്റുവേഷൻസ് വന്നു. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മെറ്റൽ ഏജ് ആണ്. ദ നിയോലിത്തിക് പീരീഡ് ഈസ് ഫോളോഡ് ബൈ കാൽക്കോളിത്തിക്, ദറ്റ് ഈസ് കോപ്പർ സ്റ്റോൺ. കാൽക്കോളിത്തിക് എന്ന് പറയുമ്പോൾ കോപ്പർ സ്റ്റോൺ എന്നുള്ളത് മനസ്സിൽ വയ്ക്കുക. പീരീഡ് വെൻ കോപ്പർ ആൻഡ് ബ്രോൺസ് കെയിം ടു ബി യൂസ്ഡ്. കോപ്പറും ബ്രോൺസും രണ്ടും കൂടെ യൂസ് ചെയ്തിരുന്ന ആ ഒരു സമയത്തിനാണ് കാൽക്കോളിത്തിക്, അതായത് മെറ്റൽ ഏജ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ന്യൂ ടെക്നോളജി ഓഫ് സ്മെൽറ്റിംഗ് മെറ്റൽ ഓർ ആൻഡ് ക്രാഫ്റ്റിംഗ് മെറ്റൽ ആർട്ടിഫാക്ട്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഹ്യൂമൻ സിവിലൈസേഷൻ. അപ്പോൾ എന്താണ് ഈ കോപ്പറും ബ്രോൺസൊക്കെ ഉരുക്കി അതിൻ്റെ ഓറൊക്കെ എടുത്ത് പുതിയ ആർട്ടിഫാക്ട്സൊക്കെ ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഈ ക്രാഫ്റ്റ് ആർട്ടിഫാക്ട്സിൽ വരുന്ന ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഈ ടൂൾസിലൊക്കെയുള്ള വലിയ ഡെവലപ്മെൻറ്റ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള ആ ഒരു പീരീഡ്, അതായത് ഹ്യൂമൻ സിവിലൈസേഷൻ്റെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പീരീഡ് എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ബട്ട് ദ യൂസ് ഓഫ് സ്റ്റോൺ ടൂൾസ് വാസ് നോട്ട് ഗിവൺ അപ്പ്. എങ്കിലും മെറ്റൽ കണ്ടെത്തി, മെറ്റൽ ഓറ ഉപയോഗിച്ച് നമ്മൾ ആർട്ടിഫാക്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങി, ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി എന്നുണ്ടെങ്കിലും എന്തുണ്ട് അവിടെ? സ്റ്റോൺ ടൂൾസ് ഇതുവരെ
ഗിവ് അപ്പ് ചെയ്തിട്ടില്ല, അത് അതിൻ്റെ യൂസ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അതായത് അത് ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല, അതാണ് പറയുന്നത്. പിന്നെ സം ഓഫ് ദി മൈക്രോലിത്തിക് ടൂൾസ് കണ്ടിന്യൂ ടു ബി എസെൻഷ്യൽ ഐറ്റംസ്. മൈക്രോലിത്തിക് ടൂൾസ് മെസോലിത്തിക് ഏജിൽ യൂസ് ചെയ്തിരുന്ന മൈക്രോലിത്തുകൾ, അതായത് ടൈനി സ്റ്റോൺ ടൂൾസ് ഈ കാലഘട്ടത്തിലും ചില എസെൻഷ്യൽ ഐറ്റംസൊക്കെ സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ്, അതായത് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ബിക്കോസ് അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് അത്രമാത്രം ട്രമെൻഡസ് ആയിരുന്നു എന്നാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ആൻഡ് പീപ്പിൾ ബിഗൻ ടു ട്രാവൽ ഫോർ എ ലോങ് ഡിസ്റ്റൻസ് ടു ഒബ്റ്റെയിൻ മെറ്റൽ ഓർസ്. സംടൈംസ് നമുക്കിപ്പോൾ നമ്മുടെ സ്ഥലത്തില്ലാത്ത മെറ്റൽ ഓർസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല സ്ഥലത്തിലേക്കും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പീപ്പിൾ ബിഗൻ ടു ട്രാവൽ ഫോർ എ ലോങ് ഡിസ്റ്റൻസ്. അത് മറ്റ് സ്ഥലങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരും, അതുപോലെ തന്നെ അവിടെ നിന്ന് ഗുഡ്സിൻ്റെ അതുപോലെ മെറ്റൽ ഓറിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ വരുന്നു, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എക്സ്ചേഞ്ചിങ് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മെറ്റൽ ഓർസ് കിട്ടാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട്. ആൻഡ് ദിസ് ലെഡ് ടു എ നെറ്റ്വർക്ക് ഓഫ് കാൽക്കോളിത്തിക് കൾച്ചേഴ്സ് ആൻഡ് ദ കാൽക്കോളിത്തിക് കൾച്ചേഴ്സ് വെർ ഫൗണ്ട് ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും, ഫോർ എക്സാമ്പിൾ നിങ്ങൾ KGF മൂവി കണ്ടിട്ടില്ലേ, കോളാർ ഗോൾഡ് മൈൻസ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾഡ് കാണുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഈ കോളാർ ഗോൾഡ് മൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സ്ഥലമാണ്, നമുക്ക് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ കോളാർ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ UPSC ഒരു ക്വസ്റ്റ്യൻ അടക്കം വന്നിട്ടുണ്ട്, അത് ഞാൻ ക്വസ്റ്റ്യൻ PYQ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇറാനിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഒമാനിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉണ്ടായിരുന്നു, പുറം രാജ്യങ്ങളുമായിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റ്സുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തെന്ന് പറയുമ്പോൾ ഇത്തരം സ്റ്റേറ്റ്സ് ഒന്നും വന്നിട്ടില്ല അല്ലേ, നമ്മൾ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, ഈസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യ, വെസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യ, അങ്ങനെ നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഈ വക സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വഴി മെറ്റൽ ഓർസ് എത്തിയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. ജനറലി കാലിക്കോളിത്തിക് കൾച്ചേഴ്സ് ഹാഡ് ഗ്രോൺ ഇൻ റിവർ വാലീസ്. റിവർ വാലീസിൽ തന്നെയാണ് കാലിക്കോളിത്തിക് കൾച്ചേഴ്സ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദ ഹാരപ്പൻ കൾച്ചർ ഈസ് കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് കാലിക്കോളിത്തിക് കൾച്ചർ. അപ്പോൾ പതുക്കെ കണ്ടോ നമ്മൾ ഹാരപ്പൻ കൾച്ചറിലേക്ക് വരികയാണ്. ഹാരപ്പൻ കൾച്ചർ എന്ന് പറയുന്നത് കാലിക്കോളിത്തിക് കൾച്ചറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാലിക്കോളിത്തിക് കൾച്ചർ എന്ന് പറയുമ്പോൾ രണ്ട് വാക്ക് എന്തൊക്കെയാണ്, കോപ്പറും ബ്രോൺസും കൂടിയിട്ടുള്ളത് ഓർക്കുക, മെറ്റലൈജ് ആണെന്നുള്ളത് ഓർക്കുക. ഹാരപ്പൻ കൾച്ചറിന് ഇതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്തതെന്ന് ഓർക്കുക. ഇനി in South India, the river valleys of Godavari, Krishna, Tungabhadra, Pennar and Kaveri were settled by farming communities during this period. ഈ ഒരു കാലഘട്ടത്തിൽ മെറ്റൽ ഏജിൽ സൗത്ത് ഇന്ത്യയിലെ കുറച്ച് സ്ഥലങ്ങളാണ്, റിവർ ബാങ്ക്സ് ആണ് പറയുന്നത്, ഗോദാവരി നദിയുടെ, കൃഷ്ണ നദിയുടെ, തുംഗഭദ്രയുടെ, പെന്നാറിൻ്റെ, കാവേരിയുടെ, ഇതിൻ്റെയൊക്കെ ഭാഗത്താണ് ഫാമിംഗ് കമ്മ്യൂണിറ്റീസ് സെറ്റിൽ ചെയ്തിരുന്നത്, കർഷക കുടുംബങ്ങൾ സെറ്റിൽ ഡൗൺ ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. ഓൾദോ ദേ were not using metals in the beginning of the metal age, there is evidence of copper and bronze artifacts by the end of second millennium BC. അതായത് ഈ ഒരു മെറ്റൽ ഏജിൻ്റെ തുടക്കത്തിലൊന്നും ഇവിടെ നിന്ന് വലിയ കാര്യത്തിൽ സ്റ്റോൺ ടൂൾസ് ഒന്നും യൂസ് ചെയ്തു എന്നുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല ബിഗിനിങ് ടൈമിൽ. പക്ഷേ ഇതിൻ്റെ ഒരു എൻഡൊക്കെ ആയ സമയത്ത് കുറച്ചധികം ബ്രോൺസിൻ്റെയും കോപ്പറിൻ്റെ ഒബ്ജക്ട്സ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. ബീഡ്സ് കണ്ടെത്തിയിട്ടുണ്ട്, ടെറാക്കോട്ട ഫിഗറൻസ് കണ്ടെത്തിയിട്ടുണ്ട്, പോട്രി കണ്ടെത്തിയിട്ടുണ്ട്. പോട്രി ഇവിടത്തൊക്കെ ഇവിടെ നിന്നാണ് കണ്ടെത്തിയത്, തമിഴ്നാട്ടിലെ പയ്യാമ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തു നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളതെന്ന് പറയുന്നത്. ഇനി കാലിക്കോളിത്തിക് ഏജ് ഇസ് ഫോളോഡ് ബൈ അയൺ ഏജ്. ഇത് കഴിഞ്ഞിട്ടുള്ള വെരി നെക്സ്റ്റ് ഏജ് എന്താണ്? അയൺ ഏജ് ആണ്. പാലിയോളിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, കാലിക്കോളിത്തിക് ഓർ മെറ്റൽ ഏജ്. മെറ്റൽ ഏജ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഏജാണ് എന്ത്? അയൺ ഏജ് ആയിട്ട് പറയുന്നത്. അയൺ ഈസ് ഫ്രീക്വൻ്റ്ലി റെഫേർഡ് ടു ഇൻ ദ വേദാസ്. അപ്പോൾ വേദിക് ഏജ് വരുന്ന സമയത്ത് അയണിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹൈലി പ്രയോറിറ്റൈസിങ് ആണ്. ഓക്കെ, വേദിക് ഏജിൽ അയൺ ഈസ് ഫ്രീക്വൻ്റ്ലി റെഫർ ടു ആസ് വേദസ്. വേദസുമായിട്ട് കൂടുതൽ റെഫർ ചെയ്തിരിക്കുന്ന ഒരു വേർഡാണ് അല്ലെങ്കിൽ ഒരു മെറ്റലാണ് അയൺ എന്ന് പറയുന്നത്. ഇനി അയൺ ഏജ് ഓഫ് ദ സദേൺ പെനിൻസുല ഈസ് ഓഫൺ റിലേറ്റഡ് ടു മെഗാലിത്തിക് ബുറിയൽസ്. ഇനി സദേൺ പെനിൻസുലയിലെ അയൺ ഏജ് എന്ന് പറയുന്നത് മെഗാലിത്തിക് ബുറിയൽസുമായിട്ട് റിലേറ്റഡ് ആണ്. മെഗാലിത്ത് മീൻസ് ലാർജ് സ്റ്റോൺ. ഇനി മെഗാലിത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ലാർജ് സ്റ്റോൺ, വലിയ സ്റ്റോൺ. ദ ബറിയൽ പിറ്റ്സ് were covered with these stones. ബറിയൽ പിറ്റ്സ് ഒക്കെ ഈ
മെഗാലിത്ത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ വലിയ വലിയ സ്റ്റോൺസ് വെച്ചിട്ടാണ് ബറിയൽ പിറ്റ്സൊക്കെ കവർ ചെയ്ത് വന്നിരുന്നത്. ആൻഡ് ഇത്തരത്തിലുള്ള ഗ്രേവ്സൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് ഒരു സ്ഥലത്താണ്, സൗത്ത് ഇന്ത്യയിലാണ്. ഓക്കെ. ആൻഡ് ഇനി മെഗാലിത്തിക് സൈറ്റ്സിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹല്ലൂർ ആൻഡ് മസ്കി ഇൻ കർണാടക, നാഗാർജുനക്കൊണ്ട ഇൻ ആന്ധ്രാപ്രദേശ്, അടിച്ചനല്ലൂർ ഇൻ തമിഴ്നാട്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളാണ് മെഗാലിത്തിക് സൈറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ബ്ലാക്ക് ആൻഡ് റെഡ് പോട്ടറി, അയൺ ആർട്ടിഫാക്ട്സ്. ബ്ലാക്ക് ആൻഡ് റെഡ് പോട്ടറി അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആ വേർഡ് മറക്കരുത്. ബ്ലാക്ക് ആൻഡ് റെഡ് പോട്ടറി ഏത് ടൈമിലാണ് കണ്ടെത്തിയിരുന്നത്? മെഗാലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ നമ്മുടെ അയൺ ഏജ്, ആ സമയത്താണ് ബ്ലാക്ക് ആൻഡ് റെഡ് പോട്ടറി വന്നിരുന്നത്. അയൺ ആർട്ടിഫാക്ട്സ് സച്ച് ആസ് ഹോസ് ആൻഡ് സിക്കിൾസ് ആൻഡ് സ്മോൾ വെപ്പൺസ് വെർ ഫൗണ്ട് ഇൻ ബറിയൽ പിറ്റ്സ്. അപ്പോൾ ബറിയൽ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് കണ്ടെത്തിയിരുന്നത്? ഹോസ് ഉണ്ടായിരുന്നു, സിക്കിൾസ് ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ ചെറിയ വെപ്പൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും നമ്മുടെ മെഗാലിത്തിക് ഏജ് അല്ലെങ്കിൽ ഈ അയൺ ഏജിൻ്റെ സമയത്ത് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മേജർ സൈറ്റ്സ് ഇതൊക്കെയായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഹാരപ്പൻ സിവിലൈസേഷനാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ ഞാൻ അടുത്ത ക്ലാസ്സിലാണ് ഞാൻ എടുക്കുക. പക്ഷേ ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. എന്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ളത് പറയാം. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സിവിലൈസേഷനായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. പിന്നെ അത് മാത്രമല്ല, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ മേജർ എക്സ്കവേഷൻസൊക്കെ കൂടുതലും ഫേമസ് ആയിട്ടുള്ള സൈറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ഹാരപ്പയാണ്, ഒന്ന് മോഹൻജോദാരോയാണ്. ഹാരപ്പ എവിടെയാണ്? വെസ്റ്റ് പഞ്ചാബിലാണ്. അതുപോലെ മോഹൻജോദാരോ എന്ന് പറയുന്നത് സിന്ധിലാണ്. രണ്ടും ഇന്നത്തെ പാകിസ്ഥാനിലാണ് കേട്ടോ, ഇന്ത്യയുടെ പാർട്ടല്ല. രണ്ടും പ്രസൻറ്റ് പാകിസ്ഥാനിലാണുള്ളത്. അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് സിറ്റീസ് അവിടെ കണ്ടുവന്നിട്ടുണ്ട്. സിറ്റാഡലും ലോവർ ടൗണെന്നും നമ്മൾ പറയും. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ ഇതിനെ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നായിരുന്നു. പക്ഷേ അത് ലേറ്റർലി ഇൻഡസ് സിവിലൈസേഷൻ എന്നാക്കി. അതിനുശേഷം പിന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നാക്കി. ഓക്കെ. ആ ഹാരപ്പൻ സിവിലൈസേഷൻ അതിനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സിവിലൈസേഷനിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കവർ ചെയ്ത സ്ഥലം ഹാരപ്പയാണ്. അതുകൊണ്ടാണ് അതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒരു ചെറിയ ഇൻട്രോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങിയത് ആൻഷ്യൻ്റ് ആൻഡ് മീഡിയവലിൽ നമ്മളിപ്പോൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ചാണ് പറയുന്നത്. പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ പാലിയോളിത്തിക് ഏജ് പറഞ്ഞു, പാലിയോളിത്തിക് ഏജിലെ സൈറ്റ്സ് പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറഞ്ഞു, മെസോലിത്തിക് ഏജ് എന്താണെന്നുള്ളത് പറഞ്ഞു, നിയോലിത്തിക് ഏജ് എന്താണെന്നുള്ളത് പറഞ്ഞു, മെറ്റൽ ഏജ് എന്താണെന്നുള്ളത് പറഞ്ഞു, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ തുടക്കവും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ ബുക്ക് മാത്രമല്ല, അതായത് SCERT മാത്രമല്ല ഞാൻ നോക്കുക, ഞാൻ ഏൻഷ്യൻ്റ് ആൻഡ് മീഡിയവൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള പൂനം ദലാൽ ദാഹിയയുടെ നോട്ടും കൂടെ വായിച്ച് ഞാൻ എഴുതിയിട്ടുള്ള നോട്ട് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ. ആ നോട്ട്സിൻ്റെ PDF ഞാൻ ക്ലാസ് എടുക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങൾ വായിക്കണം. അത് വായിച്ചാൽ മാത്രം പോരാ, NCERT വായിക്കണം കേട്ടോ. അതായത് ഈ ബുക്കിൻ്റെ PDF ഞാൻ അയച്ചു തരാം. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും NCERT നിങ്ങൾ എത്ര തവണ വായിക്കാൻ പറ്റുമോ അത്ര തവണയെങ്കിലും വായിക്കണം. കാരണം നമുക്ക് ഏൻഷ്യൻ്റ് ആൻഡ് മീഡിയവലിന് ഒരു പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് പഠിക്കുന്നതിനേക്കാൾ ഭേദം ഞാൻ പറയും NCERT നന്നായി വായിച്ച് ഡൗട്ട്സ് ഉള്ള ഭാഗങ്ങൾ മാത്രം ഒരു ടെക്സ്റ്റ് എടുത്ത് വായിക്കാമെന്ന്. കാരണം NCERT എന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏൻഷ്യൻ്റ് ആൻഡ് മീഡിയവലിൽ വരും. പിന്നെ മോഡേൺ ഇന്ത്യക്കൊക്കെ നമുക്ക് സ്പെക്ട്രം പഠിക്കാനുണ്ട്. പക്ഷേ സ്പെക്ട്രം പഠിക്കാം, നമുക്കൊരു പ്രിഫേർഡ് ടെക്സ്റ്റ് ഉണ്ട്, പൊളിറ്റിക്കൽ ലക്ഷ്മികാന്ത് ഉണ്ട്. പക്ഷേ ഏൻഷ്യൻ്റ് ആൻഡ് മീഡിയവലിന് നമ്മൾ ബേസിക്കലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മോസ്റ്റ്ലി നമ്മൾ NCERT തന്നെയാണ്. അപ്പോൾ NCERT അരച്ച് കലക്കി കുടിച്ചാൽ അത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഇതെന്തായാലും നിങ്ങൾ വായിക്കണം. ഇപ്പം ഞാൻ തരുന്ന ബുക്ക് നിങ്ങൾ എന്തായാലും വായിക്കണം, അതിലൊരു മാറ്റമില്ല കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷൻ തുടങ്ങാം, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ പറയാം. അത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ വേദിക് ഏജിലേക്ക് കടക്കും. അങ്ങനെ ഏൻഷ്യൻ്റ് ആൻഡ് മീഡിയവൽ നമ്മൾ പെട്ടെന്ന് തീർക്കും. അധികം ടൈമൊന്നും വേണ്ടി വരില്ല, നമുക്ക് ഇഫക്റ്റീവായിട്ട് പഠിച്ചു. അപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങളിത് വായിച്ച് സെറ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 months മാക്സിമം അതിനുള്ളിൽ നമ്മുടെ ഏൻഷ്യൻ്റ് ആൻഡ് മീഡിയവൽ ഹിസ്റ്ററി തീരും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഡൗട്ട്സ് ഉള്ള ഭാഗങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക, ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ആൻഡ് ഓൾസോ ടെക്സ്റ്റ് വായിക്കാം. ഓക്കെ. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.